പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരുപാട് സുഹൃത്തുക്കളുടെ മനസ്സിലുള്ള ഒരു ചോദ്യം തന്നെയായിരിക്കും, എത്ര ദിവസം കൊണ്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആവുക? ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ എത്ര ദിവസം എടുക്കും എൻ്റെ ചാനൽ മോണിറ്റൈസ് ആവാൻ? ഇത് ഒരുപാട് സുഹൃത്തുക്കൾ ബിഗിനറായിട്ട് വരുന്നവർക്ക് ഒരുപാട് പേർക്ക് ഈ ഒരു ഡൗട്ട് ഉണ്ടാവും. എത്ര ദിവസം ഞാൻ ഇതിൽ കഷ്ടപ്പെടണം, എത്ര ദിവസം എടുക്കും എൻ്റെ ഈ ഒരു ചാനൽ മോണിറ്റൈസ് ആവാൻ? ഇതിൽ നിന്ന് മോണിറ്റൈസ് ആയാലാണ് ഇതിൽ നിന്ന് ഒരു വരുമാനം എനിക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയൊരു കടമ്പ എന്ന് പറയുന്നത് മോണിറ്റൈസ് ആവുക എന്നുള്ളതാണ്. ചാനൽ മോണിറ്റൈസ്ഡ് ആവുക. ഈ മോണിറ്റൈസേഷൻ ആവാൻ എത്ര ദിവസം എടുക്കും എന്നുള്ള ഈ ഒരു ചിന്ത വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ചാനൽ തുടങ്ങുന്ന, അല്ലെങ്കിൽ ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഇവർക്കൊക്കെ ഈ ഒരു മനസ്സിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് കിടക്കുന്നുണ്ടാവും. എപ്പോഴാണ് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആവുക, എത്ര ദിവസം കൊണ്ടാണ് ആവുക? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ടുണ്ടാവും. അപ്പൊ ആദ്യം തന്നെ പറയട്ടെ, യൂട്യൂബിന്റെ ക്രൈറ്റീരിയ എന്തായാലും ഈ ചാനൽ തുടങ്ങുന്ന ഓരോ വ്യക്തികളുടെ മനസ്സിലുണ്ടാവും. 1000 സബ്സ്ക്രൈബർ, 4000 പബ്ലിക് വാച്ച് അവേഴ്സ്. 1000 സബ്സ്ക്രൈബേഴ്സ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. 4000 പബ്ലിക് വാച്ച് അവേഴ്സ് ആയില്ലെങ്കിലും ഷോർട്സിൽ, അതായത് ലാസ്റ്റ് 90 ദിവസം കൊണ്ട് ഷോർട്സിൽ 10 മില്യൺ വ്യൂസ് വന്നു കഴിഞ്ഞാൽ അതിലൂടെയും ഈ 4000 വാച്ച് അവർ ആവണമെന്നില്ല, ഒന്നില്ലെങ്കിൽ ഷോർട്സ് വ്യൂസ് ഉണ്ടായാൽ മതി. 10 മില്യൺ വ്യൂസ് ലാസ്റ്റ് 90 ഡേയ്സിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയാലും മോണിറ്റൈസ് ചെയ്യാം. പക്ഷെ സബ്സ്ക്രൈബ്സ് 1000 സബ്സ്ക്രൈബർ എന്നുള്ള മാനദണ്ഡം പൂർത്തിയായിരിക്കണം. ഒന്നില്ലെങ്കിൽ 4000 വാച്ച് അവർ ആയിരിക്കണം, അല്ലെങ്കിൽ ലാസ്റ്റ് 90 ദിവസത്തിനുള്ളിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇതിൽ മാറ്റം എന്ന് പറയുന്നത് 4000 വാച്ച് അവർ പ്ലസ് ഈ ഒരു ഷോർട്സ് വ്യൂസ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആയാൽ മതി. ഓക്കെ, രണ്ടും ഒന്നിച്ച് കംപ്ലീറ്റ് ആവണമെന്നൊന്നുമില്ല. ഇതും ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കിയ ശേഷം ഷോർട്സിന്റെ 10 മില്യൺ വ്യൂസും കൂടി കംപ്ലീറ്റ് ആക്കണമൊക്കെയാണ്. കാരണം അവിടെ ഗ്രാഫ് അത്തരത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് അതും കൺഫ്യൂഷൻ ആവാറുണ്ട്. അതൊരു കൺഫ്യൂഷനും വേണ്ട, ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ മതി. പക്ഷെ 1000 സബ്സ്ക്രൈബ്സ് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു കാര്യം എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായല്ലോ. എങ്ങനെയാണ് ഈ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കേണ്ടത്, കംപ്ലീറ്റ് ആവേണ്ടത് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇത് കംപ്ലീറ്റ് ആവണം. ഇത് കംപ്ലീറ്റ് ആവേണ്ടത് ഒരുപാട് രീതിയുണ്ട്. ഒരുപാട് ഇപ്പോൾ ഷോർട്സ് ഇടുന്നവര്, വെറും ഷോർട്സ് മാത്രം ഇടുന്നവർക്ക് ഷോർട്സ് 10 മില്യൺ വ്യൂസ് വന്നാൽ മതി. അല്ലെ ലോങ് വീഡിയോയിൽ നല്ല രീതിയിൽ റീച്ച് കിട്ടിക്കഴിഞ്ഞാൽ 4000 അവേഴ്സ് ആവുന്നതായിരിക്കും. അപ്പൊ ഇതിനെല്ലാം പ്രയത്നം ഏതൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു വ്യക്തിയുടെ തന്നെയായിരിക്കും. അവരുടെ പ്രയത്നം മൂലം തന്നെയാണ് ഇത്തരത്തിൽ അവരുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആകുന്നത്. അപ്പൊ ഷോർട്സിൽ അധികവും സബ്സ്ക്രൈബ്സ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ ഒരുപാട് പേരുടെ ചാനൽ കണ്ടുവരുന്ന ഒരാളാണ്, ഒരുപാട് പേരുടെ ചാനൽ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ കാണുമ്പോൾ അവർക്കൊക്കെ ഷോർട്സിലൂടെ നല്ല രീതിയിൽ സബ്സ്ക്രൈബ്സ് കയറാറുണ്ട്. ആദ്യത്തെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവാൻ വേണ്ടി നല്ല രീതിയിൽ ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട്. പിന്നെ വ്യൂസ് ഇല്ലെങ്കിൽ, അഥവാ നല്ല രീതിയിൽ വ്യൂസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോ ഇട്ടിട്ട് തന്നെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. ഇതെല്ലാം ഓരോ രീതിക്ക് ബിഗിനറായിട്ട് വരുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഇത്തരത്തിൽ ചെയ്തുകൊണ്ട് അവരുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആദ്യത്തെ കടമ്പ തീർന്നു. ഇനി അവർക്ക് മോണിറ്റൈസേഷൻ പ്രൊസീജിയറിലേക്ക് പോവുക എന്നുള്ളതാണ്. 1000 സബ്, 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഷോർട്സിൽ 10 മില്യൺ വ്യൂസ് ആയിട്ടുണ്ടാവും. അപ്പൊ ഇത്തരത്തിൽ ആയി കഴിഞ്ഞാൽ, അവർക്ക് ആ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഒരു അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നിങ്ങളുടെ തന്നെ കണ്ടന്റ് ആയിരിക്കണം. റീയൂസ്ഡ് കണ്ടന്റ് വരാൻ പാടില്ല. മറ്റുള്ളവർ നിന്നുള്ള എടുത്തിട്ടുള്ള ഫോട്ടോസ്, അതുപോലെ വോയിസ് റെക്കോർഡ്, വോയിസ്, ഓഡിയോ അതെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടേതല്ലാത്ത ഓഡിയോ, മറ്റുള്ള വീഡിയോസിൽ നിന്നുള്ള ഓഡിയോ മാത്രം എടുത്തിട്ടുണ്ടെങ്കിലും, അതുപോലെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും ഈ 3 കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഈ 3 കാര്യം പറയാൻ കാരണം പലവർക്കും അറിയില്ല. പലവരുടെ വിചാരം വീഡിയോ മാത്രം എടുത്താലാണ് റീയൂസ്ഡ് കണ്ടന്റ് വരുള്ളൂ, ഓഡിയോ എടുത്താൽ വരില്ല, ഫോട്ടോസ് എടുത്താൽ വരില്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ തന്നെ ഒരു ഫോട്ടോ ഉപയോഗിച്ച് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടു, അതേ ഫോട്ടോ എടുത്തിട്ട് വീണ്ടും വോയിസ് ഓവർ കൊടുത്തിട്ട് വേറെ വല്ല വീഡിയോസ് ഇട്ടാലും ഫോട്ടോ ഷോ ചെയ്യുന്നത് അതേതാണ്, മുമ്പ് ഇട്ടിട്ടുള്ള കണ്ടന്റ് തന്നെയാണ്. ഈ ഫോട്ടോ ഇപ്പോൾ ഇടാൻ പോകുന്ന കണ്ടന്റിൽ ഉപയോഗിച്ചിട്ട് വെച്ചാൽ അത് റീയൂസ്ഡ് ആണ്. അതുപോലെ വോയിസ്, ഇപ്പൊ ഒരുപാട് പേര് നല്ല നല്ല വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടാവും. ആ വോയിസ് എടുത്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള മേക്ക് ഓവറിൽ പല വീഡിയോയും കാണിച്ചു വോയിസ് ഇത് തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ വീഡിയോസ് മാറ്റം കൊടുത്തിട്ടുണ്ട്, കണ്ടന്റിൽ വീഡിയോസ് ഒക്കെ മാറ്റും. പക്ഷെ വോയിസ് ഓൾറെഡി യൂട്യൂബിൽ ഇട്ടത് തന്നെയാണ് ആ വോയിസ് ഉള്ളത്, ആ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അതും റീയൂസ്ഡ് കണ്ടന്റ് ആണ്. ഓക്കെ, ഇതൊക്കെ ഡീറ്റെയിൽ അറിഞ്ഞിരിക്കണം. ഒരു ബിഗിനറായിട്ട് വരുന്ന വ്യക്തി ചിലപ്പോൾ പലപ്പോഴും ഇത് അറിയാണ്ട് ആണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഇടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ മിസ് ചെയ്യാതെ കാണാൻ, അതായത് മിസ് ചെയ്യാണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങളൊന്നും വരില്ല. ഇപ്പൊ ജൂലൈ 10-ാം തീയതി ഒരു ടേംസ് വന്നിട്ടുണ്ടായിരുന്നു. അത് എഗ്രി ചെയ്യാണ്ട് ഒരുപാട് പേര് വന്നിട്ട് വാച്ച് അവർ പോയി, വാച്ച് അവർ കുറഞ്ഞു, എന്ത് ചെയ്യും പറഞ്ഞിട്ട് ആകുലതപ്പെടാറുണ്ട്. നമ്മുടെ വീഡിയോ പ്രോപ്പറായിട്ട് കാണുന്നവർക്ക് ഒരു പ്രോബ്ലം 100% ഒരു
ഒരു പണിയും കിട്ടത്തില്ല, യൂട്യൂബിൽ നിന്ന് ഒരു പെനാൽറ്റിയും കിട്ടത്തില്ല. കാരണം അവർക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻ യൂട്യൂബിൽ ഓരോ കാര്യങ്ങളും മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ എത്ര ദിവസം കൊണ്ടാണ് ചാനൽ മോണിറ്റൈസ് ആവുന്നത്. ഈ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് 3 സ്റ്റെപ്പാണ് കിട്ടുക. ആദ്യത്തെ സ്റ്റെപ്പ് ഡൺ ആവാൻ ഒരു പണിയില്ല, എന്താ ടേംസ് ആൻഡ് കണ്ടീഷൻ ആണ്, അത് എഗ്രി ചെയ്യുക, അത് ഡൺ ആവും. രണ്ടാമത്തെ സ്റ്റെപ്പ് ആഡ്സെൻസ് ആണ്. ആഡ്സെൻസ് നോക്കി കാണുന്നത് യൂട്യൂബ് ഇത്തരത്തിൽ നിങ്ങളുടെ ചാനലിൽ യാതൊരു പ്രോബ്ലം ഇല്ല, റീയൂസർ കണ്ടന്റ് ഞാൻ പറഞ്ഞ പോലെ റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആഡ്സെൻസ് 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കി തരും. അതല്ല 2 ദിവസത്തിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ, ഒരു 4 ദിവസം വരെ നിങ്ങളുടെ ചാനലിന്റെ ആഡ്സെൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്, നിങ്ങളുടെ ചാനലിൽ എന്തോ ഒരു അപാകതയുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഇക്ക ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഇക്കാക്ക് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ, ആരെങ്കിലും ഇത് ചെയ്ത് പരിചയമുണ്ടോ, എന്റെ ചാനലിൽ 7 ദിവസമായി ഇതുവരെ എന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഡൺ ആയിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, എന്തായാലും ആ രണ്ടാമത്തെ സ്റ്റെപ്പിന്റെ ഇൻ പ്രോഗ്രസ് ആണെങ്കിൽ അവിടെ ഒരു ഓപ്ഷൻ വരാണ്ട് നമുക്കൊന്നും അനുമാനിക്കാൻ പറ്റില്ല. പക്ഷെ 7 ദിവസത്തിന് മുമ്പോട്ട് പോകണമെങ്കിൽ 4 ദിവസം കഴിഞ്ഞിട്ട് 7 ദിവസം 8 ദിവസം മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ഇൻ പ്രോഗ്രസ്സിൽ തന്നെ ആണെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരുപാട് ചാനൽ ഞാൻ നോക്കി കണ്ടതിൽ റീയൂസർ കണ്ടന്റ്, റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരാറുണ്ട്. നിങ്ങളുടെ ചാനൽ യാതൊരു കുഴപ്പമില്ലെങ്കിൽ 2 ദിവസം കൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ്, ആഡ്സെൻസിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഡൺ ആയി കിട്ടുന്നതായിരിക്കും, യൂട്യൂബിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഡൺ ആയി കിട്ടുന്നതായിരിക്കും, യാതൊരു പ്രോബ്ലം ഇല്ല. അവിടെ നിങ്ങളുടെ മൂന്നാമത്തെ ആ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, അത് ഇൻ പ്രോഗ്രസ്സിലേക്ക് പോകുന്നതായിരിക്കും. അത് യൂട്യൂബ് നോക്കി കാണുകയാണ്, നിങ്ങളുടെ തമ്പനിയിൽ, ടൈറ്റിൽ, നിങ്ങളുടെ തീംസ്, നിങ്ങളുടെ വീഡിയോ ചെയ്തിട്ടുള്ള ക്വാളിറ്റി, നിങ്ങളുടെ വീഡിയോ എങ്ങനെയാണ് വാച്ച് അവർ വന്നിരിക്കുന്നത്, എങ്ങനെയാണ് വ്യൂസ് വന്നിരിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ ചാനൽ എന്നുള്ളതെല്ലാം യൂട്യൂബ് നോക്കി കണ്ടിട്ടാണ് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ തരുന്നത്. ആ മൂന്നാമത്തെ സ്റ്റെപ്പ് ഡൺ ആവാൻ 7 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ ഡൺ ആവും, മൂന്നാമത്തെ സ്റ്റെപ്പ് കേട്ടോ. അങ്ങനെ ഈ ഒരു മൂന്നാമത്തെ ഏകദേശം ഇതെല്ലാം കൂടിയിട്ട് ഒരു 3 സ്റ്റെപ്പ് ഡൺ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ എന്താണ് ഒരു പേജ് മാറ്റം വരും. നിങ്ങളുടെ ആ മോണിറ്റൈസേഷൻ പേജിൽ വന്നിട്ട് നിങ്ങൾക്ക് എഗ്രി ചെയ്യേണ്ട ഒരു ഓപ്ഷൻസും കൂടിയുണ്ട്. എല്ലാം വാച്ച് പേജ്, ആഡ്സിന്റെയും യൂട്യൂബ് ഷോർട്സിന്റെയും ഇതെല്ലാം ഒന്ന് ടിക്ക് കൊടുത്തിട്ട് അവിടെ ഒന്ന് എഗ്രി ചെയ്യണം. അത്രയേ ഉള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങളുടെ ഡോളർ എനേബിൾ ആവുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, മോണിറ്റൈസേഷൻ പ്രോസസ്സ്. ഓക്കെ, ഈ കാര്യങ്ങളാണ് നമുക്ക് ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരു വ്യക്തി പ്രത്യേകം യൂട്യൂബ് ചാനൽ നോക്കിക്കണ്ട് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഈ ഒരു പ്രൊസീജിയർ എന്നുള്ളത്. ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആവുന്ന വരെയുള്ള ഈ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇത്തരത്തിലാണ്. അപ്പൊ ഇവിടെ എഫേർട്ട് എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഏതൊരു കണ്ടന്റ് ക്രിയേറ്ററിന്റെയും പ്രയത്നം മൂലമാണ് അവിടെ മോണിറ്റൈസേഷൻ ആവുന്നത്. അവിടെ നിങ്ങളുടെ തുടർച്ചയായിട്ടുള്ള വീഡിയോസ് ഇടുന്നതിലൂടെയാണ് അവർക്ക് ഏണിങ്സ് കയറുകയുള്ളൂ. ഏണിങ്സ് കയറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ മോണിറ്റൈസ് ആയ ഒരു വ്യക്തിയുടെ ചാനലിൽ പെട്ടെന്ന് തന്നെ പരസ്യം വരണമെന്നില്ല. അത് ചിലപ്പോൾ ഒരു 2-3 മണിക്കൂർ ടൈം എടുക്കും. മോണിറ്റൈസ് ആയതും പെട്ടെന്ന് പരസ്യം കാണിക്കണമെന്നില്ല. ആ ഒരു ടൈം എടുത്തു കഴിഞ്ഞാൽ, ആ ഒരു ടൈം കഴിഞ്ഞ, ഇപ്പൊ ഇന്നാണ് മോണിറ്റൈസ് ആകുന്നത് വെച്ചാൽ ഇവിടെ ഞങ്ങളുടെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ആഡ്സിന്റെ ആ ഒരു റേഷ്യോ കാണിക്കുള്ളൂ, ആഡ്സ് റവന്യൂ കയറുന്നതേ കാണിക്കുള്ളൂ. ഇന്ന് തന്നെ മോണിറ്റൈസ് ആയി ഇന്ന് വൈകുന്നേരം തന്നെ എന്റെ റവന്യൂ കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണത്തില്ല. അതുപോലെ തന്നെ ഷോർട്സ് വീഡിയോയുടെ മോണിറ്റൈസേഷനും പെട്ടെന്ന് ആവുന്നതല്ല. കുറച്ച് 2-3 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഷോർട്സിന്റെ മോണിറ്റൈസേഷൻ എനേബിൾ ആവുള്ളൂ. ഓക്കെ, അത് ശ്രദ്ധിക്കണം. കുറച്ച് സമയം എടുക്കുന്നുണ്ട് ഷോർട്സ് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടി. ചിലരുടെ പെട്ടെന്ന് തന്നെ ആവുന്നതായിരിക്കും. അതുകൊണ്ട് ടെൻഷൻ ആവാണ്ടിരിക്കാനാണ് ഈ കാര്യം പറഞ്ഞു തരുന്നത്. എന്റെ ലോങ് വീഡിയോ ഒക്കെ മോണിറ്റൈസേഷൻ ആയി, ഷോർട്സ് മോണിറ്റൈസ് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയാറുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ആവാറുണ്ട്, അല്ലെങ്കിൽ 1-2 മണിക്കൂർ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഒരു ദിവസം തന്നെ ചിലപ്പോൾ എടുത്തു എന്ന് വരും. നിങ്ങൾ ക്ഷമിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാ ഷോർട്സിന്റെയും മോണിറ്റൈസേഷൻ ഓൺ ആയിരിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഒരുപാട് പേര് ഇതൊന്ന് ചോദിക്കാറുണ്ട് കേട്ടോ, ഇക്ക എന്റെ ഷോർട്സ്, എന്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല, എനിക്ക് ഷോർട്സ് ഫണ്ട് കിട്ടുമോ, ഷോർട്ട് ഫണ്ട് കിട്ടുമോ എന്ന് ചോദിക്കാറുണ്ട്. എന്നെ നല്ല രീതിയിൽ വീഡിയോ റീച്ച് ആകുന്നുണ്ട്, എനിക്ക് മെയിൽ ത്രൂ ഷോർട്ട് ഫണ്ട് വരുമോ? കാരണം മുമ്പൊക്കെ ഷോർട്ട് ഫണ്ട് മെയിൽ ത്രൂ നിങ്ങൾക്ക് ഇത്ര ഡോളർ വന്നിട്ടുണ്ട്, നിങ്ങളത് ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രി ചെയ്യൂ, അപ്പൊ ആഡ്സെൻസിന്റെ കാര്യങ്ങൾ കുറച്ച് പ്രൊസീജിയർ ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡോളർ വിഡ്രോ ചെയ്യാമായിരുന്നു, അത് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് കാശ് വരുമായിരുന്നു. ഷോർട്ട് ഫണ്ടിന്റെ കാര്യം മുമ്പ് കേട്ടോ. ഇപ്പൊ അതല്ല, ഇപ്പൊ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ ആഡ്സെൻസ് ത്രൂ ആണ് നമുക്ക് ഫണ്ട് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവണം എന്നുള്ളത് ഇവിടെ പ്രത്യേക എടുത്തു പറയേണ്ട കാര്യമാണ്. ആ ഷോർട്ട് ഫണ്ടിന്റെ പിന്നാലെ തന്നെ ഇപ്പൊ ഇരിക്കരുത്. യൂട്യൂബിന്റെ ഓരോ കാര്യങ്ങളും മാറ്റങ്ങൾ, ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ മാറ്റങ്ങൾ വരുമ്പോൾ, ഒരുപാട് മാറ്റങ്ങൾ വരുമ്പോൾ ഇത്തരത്തിൽ ഓരോ കാര്യത്തിലും മാറ്റങ്ങൾ വരും. യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ പേജിൽ മാറ്റം വരും. ഈ ഒരു ഷോർട്ട് ഫണ്ടിന്റെ അത് കാര്യം എടുത്തു കളഞ്ഞു. ഇപ്പൊ എന്താണ്, ഷോർട്സിന് മോണിറ്റൈസേഷൻ, ഷോർട്സിന്റെ അടക്കം റവന്യൂ ആണ് കിട്ടുന്നത്, ഈ ഒരു ആഡ്സെൻസ് ത്രൂ ആണ് റവന്യൂ കിട്ടുന്നത്. ഇതും അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പോഴും പഴയ വീഡിയോ കണ്ടിട്ട് ഷോർട്സ് വീഡിയോ ഫണ്ട് നമുക്ക് ലഭിക്കും എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല, ഷോർട്ട് ഫണ്ട് കിട്ടും എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോയിലൂടെ പ്രോപ്പറായിട്ട് എല്ലാം പറഞ്ഞു തരുന്നത്. ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും
ഇപ്പോഴത്തെ സമകാലികപരമായിട്ട് യൂട്യൂബിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാവും. അതുകൊണ്ടാണ് ജൂലൈ 10-ാം തീയതി ഞാൻ ആ ഒരു എഗ്രിമെന്റിന് ഒരു ടേംസ് ചെയ്യേണ്ടതിനെ കുറിച്ച് മുമ്പ് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊന്നും പ്രോബ്ലം ഇല്ല. കാണാത്ത 1-2 പേര് വന്നിട്ട് എന്നോട് ദേഷ്യപ്പെടുകയുണ്ടായി, എന്തുകൊണ്ട് പറഞ്ഞില്ല. ഞാൻ എങ്ങനെയാണ്, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും അധികം പേരോട് സെപ്പറേറ്റ് ഞാൻ ഇൻഡിവിജ്വലായിട്ട് എനിക്ക് പോയി പറയാൻ പറ്റുമോ? ഇങ്ങനെ ഒരു ടേംസ് വന്നിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ എഗ്രി ചെയ്യൂ. ഇങ്ങനെ ഒരു ടേംസ് എത്ര ആളിനെ എനിക്ക് പറയേണ്ടി വരും? അതിനാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്തിനാണ്? നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ട് ഒരു പ്രോബ്ലം ഇല്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് പേര് ചെയ്ത ശേഷം എൻ്റെ അടുത്ത് എൻ്റെ മോണിറ്റൈസേഷൻ പേജ് ഇങ്ങനെയാണ്, എന്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട്, വാട്സപ്പിൽ വന്നിട്ട് എന്നെ കൊണ്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ എല്ലാവരും വന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ഞാൻ ആൻസർ പരമാവധി കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വീഡിയോ ഇട്ടു, എങ്ങനെയാണ് നിങ്ങളുടെ പേജ് ഈ ഒരു ടേംസ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി കാണേണ്ടത് എന്നുള്ള പ്രോപ്പറായിട്ട് ഒരു വീഡിയോ ഇട്ടു. അത് എന്തിനാണെന്ന് വെച്ചാൽ എല്ലാവരും ഡൗട്ട് തീർന്നിട്ട് ഈ ഒരു മോണിറ്റൈസേഷൻ പേജ് ഇങ്ങനെയാണെങ്കിൽ എന്റെ ടേംസ് ഓക്കെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് സമാധാനമായിട്ട് നമ്മുടെ ക്രിയേറ്റേഴ്സ് ഈ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട് മുന്നേറാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഓരോ കാര്യം വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത്രയധികം വീഡിയോ വേറെ ആരും ഏത് ചാനലിൽ ചെയ്തിട്ടും ഉണ്ടായില്ല. ഈ ടേംസ് വരുന്നുണ്ട്, ഇത് ചെയ്യണം, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് പേജ് എന്ന് പറഞ്ഞിട്ട് വേറെ ഏത് ചാനൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു തന്ന പോലെ വേറെ ഒരു ചാനലിൽ ഞാൻ കണ്ടിട്ടില്ല, സത്യമായിട്ട് പറയാലോ. ഞാൻ ഒരുപാട് പേരുടെ യൂട്യൂബ് ചാനൽ നോക്കി കാണാറുണ്ട്. എന്റെ കണ്ടന്റ് പോലെ ഇടുന്ന ഒരുപാട് പേരുടെ ചാനൽ ഞാൻ നോക്കി കാണാറുണ്ട്. കാരണം അവരുടെ ഇമ്പ്രൂവ്മെന്റ് എങ്ങനെയാണ്, അവർ ചെയ്യുന്നത് നല്ല തന്നെയാണോ, നല്ല രീതിയിലാണോ നമ്മുടെ ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കുന്നത്, ഇത് നോക്കി കാണാറുണ്ട്. കാരണം ഞാൻ എന്റെ കണ്ടന്റുമായി എന്തായാലും മറ്റുള്ളവരുടെ ചാനൽ നോക്കും. അതുപോലെ നിങ്ങൾ നോക്കണം. നിങ്ങളൊരു കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ നിങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള ചാനൽ നല്ല നല്ല ചെയ്യുന്ന, അതുപോലെ താഴെ ചെയ്യുന്ന എല്ലാവരുടെ ചാനൽ നോക്കി കാണണം. അതെന്താ വെച്ചാൽ നമ്മുടെ ചാനലിന്റെ ഇമ്പ്രൂവ്മെന്റിന്, നമ്മുടെ ഫാമിലിക്ക് കൊടുക്കാൻ, നല്ല നല്ല കണ്ടന്റ് കിട്ടാനും കൂടി അതൊരു പ്രയോജനം ഉണ്ടാവും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് നമുക്ക് എന്തായാലും ഉണ്ടാവും. ആ എക്സ്പീരിയൻസോടുകൂടി പല രീതിയിലുള്ള ഐഡിയയും കൂടി നമ്മുടെ ഫാമിലിക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് അവർക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർ രക്ഷപ്പെട്ടോട്ടെ, നല്ല രീതിയിൽ ഏണിങ്സ് കിട്ടിക്കോട്ടെ. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, മുഷിപ്പില്ലാണ്ട് തന്നെ ഈ വീഡിയോ കണ്ടുപോയവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. കോപ്പി എന്നുള്ള ഒരു കാര്യമില്ല കേട്ടോ. യൂട്യൂബിൽ ഞാൻ ഇപ്പൊ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു നമ്മുടെ ചാനലിൽ ഇത്തരത്തിൽ വർക്ക് തന്ന ഒരാൾ തന്നെയാണ്. അവരുടെ ചാനൽ ഞാൻ നോക്കിയിട്ടുണ്ടായി, 100K സബ്സ്ക്രൈബർ ആവാറായി. എന്തായാലും അവർക്ക് കൺഗ്രാജുലേഷൻ. അവർ വേറൊരാളുടെ ചാനലിന്റെ കോപ്പി അടിച്ചിട്ടാണ് അവരുടെ രീതിയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ കോപ്പി എന്ന് പറയുന്നതിൽ യാതൊരു പ്രസക്തിയില്ല. നമ്മുടെ കഴിവ് നമുക്ക് ഏതൊക്കെ രീതിയിൽ പ്രകടിപ്പിക്കാൻ പറ്റുമോ അതെല്ലാം നമുക്ക് പ്രകടിപ്പിക്കാം. ഒരാളുടെ കട്ട് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ഇവിടെ ഒരു യാതൊരു മാനസിക സങ്കോചം അല്ലെങ്കിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് നേരിടേണ്ടതില്ല. മറ്റുള്ളവരുടെ കണ്ടന്റ് അവർ ചെയ്തോട്ടെ, അത് അവരുടെ സ്റ്റൈലിൽ ചെയ്യുന്നു. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലിൽ അവതരിപ്പിക്കാൻ പറ്റുമോ അത് നിങ്ങൾക്ക് ചെയ്യാം. അതിനെ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു ടെൻഷനും വേണ്ട. ഇവിടെ കോപ്പിയിലൊന്നും ഒരു പ്രസക്തിയില്ല. നിങ്ങൾ ചെയ്യുന്ന കണ്ടന്റിലെ ആക്ടിവിറ്റീസ് നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് ചെയ്ത് നിങ്ങളുടെ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ അവിടെയാണ് നിങ്ങളുടെ വിജയം. അല്ലാണ്ട് അവിടെ നിന്ന് കോപ്പി അടിച്ചു. ഇപ്പൊ ഫിറോസ്കോ വലിയൊരു ആടിനെ പുഴുങ്ങുന്നു, അത് എടുത്തിട്ട് മറ്റേ എംഫോർട്ടൊക്കെ ചിലപ്പോൾ അതേ ആടിനെ പുഴുങ്ങിന്ന് വരും. മെഴുകുതിരിന്റെ വീഡിയോ എംഫോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഫിറോസ്ക്ക്. ഇതെല്ലാം കോപ്പി ഇത് അവരുടെ രീതിക്ക് അവർ ചെയ്തു. ഇവിടെ ഒരു കോപ്പിക്ക് യാതൊരു പ്രസക്തിയില്ല. അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ കണ്ടന്റ് നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ നോക്കുക. നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഫാമിലിക്ക് കൊടുക്കാൻ പറ്റുന്ന കണ്ടന്റ് എന്നെ കൊണ്ട് എത്രത്തോളം നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുമോ അത് ഞാൻ കൊടുക്കണം എന്നുള്ള കാഴ്ചപ്പാട് മാത്രം മതി. മറ്റുള്ളവരുടെ കോപ്പി അടിച്ച് മറ്റുള്ളവരുടെ അവിടെ നിന്ന് എടുത്തു ഇതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഇതൊരു ബോണസ് ടിപ്പായിട്ട് പറഞ്ഞു തന്നാണ്. ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു ചിന്താഗതികളിൽ എങ്ങനെ ഞാൻ ചെയ്യും, മറ്റുള്ള ഒരു വീഡിയോയിൽ ഞാൻ എടുത്ത് ചെയ്യുന്ന അങ്ങനെ ഒരു മാനസിക വെപ്രാളം ഉണ്ടാവേണ്ട, അങ്ങനെ ഒരു സങ്കടം ഉണ്ടാവേണ്ട. നല്ല രീതിയിൽ നിങ്ങൾ അവതരിപ്പിച്ചാൽ മതി. നിങ്ങളുടെ ഫാമിലി വരവേൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെയാണ് ബെനിഫിറ്റ്. യാതൊരു ടെൻഷനും വേണ്ട. ഓക്കെ, ഇവിടെ കോപ്പി എന്നുള്ള ഒരു പ്രസക്തിയില്ല. നിങ്ങളുടെ കഴിവാണ്, നിങ്ങൾ അത് ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെ. പലവരുടെ നിന്ന് കിട്ടുന്ന ഓരോ ഇൻഫർമേഷനാണ് നമ്മളെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് അത് നമ്മുടെ ഫാമിലിക്ക് കൊടുക്കുന്നത്. അത് നമ്മുടെ ഫാമിലിക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ യാതൊരു തെറ്റുമില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക, അവർക്കൊക്കെ ഉപകാരപ്പെടട്ടെ. ഓരോ കാര്യങ്ങളും നിങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഒന്നും അറിയാത്തവർക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് നിങ്ങൾ ത്രൂ ആകുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് തന്നെയാണ്. കാരണം നീ പറഞ്ഞു തന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് അവർ നിങ്ങളോട് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ സന്തോഷം നിങ്ങൾക്കും ഉണ്ടാവും. ഓക്കെ, എനിക്ക് ഉണ്ടാവാറുണ്ട്. എൻ്റെ ഫാമിലി ഇക്കാടെ വീഡിയോ കണ്ട് ഞാൻ ഇത് ചെയ്തു, ഇക്കാടെ വീഡിയോ കണ്ട് മോണിറ്റൈസേഷനായി, ഇക്കാടെ പൈസ ഇങ്ങനെ കണ്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഇന്നത്തെ വരുമാനം കിട്ടി. എത്ര പേര് വരുമാനം കിട്ടിയവരുടെ അയച്ചറിയോ? വരുമാനം കിട്ടിയവർ ഞാൻ എൻ്റെ വീഡിയോ എനിക്ക് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നൊരു ദിവസം നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് അവരൊക്കെ പറഞ്ഞ് വളരെ സന്തോഷം തോന്നാറുണ്ട്.
എന്താ പറയാ, എനിക്ക് ഈ ഫസ്റ്റ് വരുമാനം കിട്ടുക, നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആവുക, അതിൽ നിന്ന് നല്ല രീതിയിൽ ഉയർന്നു വരിക, ഒരു ജോലി ഉണ്ടെങ്കിലും അതിൽ കൂടെ തന്നെ ഇതിൽ നിന്നുകൊണ്ട് ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കുക, അതുപോലെ ഒരുപാട് പേരുടെ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുക, ഇതെല്ലാം യൂട്യൂബിൽ നിന്ന് സാധിക്കുന്ന കാര്യം തന്നെയാണ്. സാധിക്കണം എന്നുള്ള മനസ്സിലുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും അതിനുവേണ്ടി പ്രയത്നിക്കണം കേട്ടോ. മെയിൻ ആയിട്ട് ഒരുപാട് പേരിന് കണ്ടിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ചാനൽ തുടങ്ങിയിട്ട് അങ്ങനെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ഇതിൽ വിജയിക്കാൻ സാധിക്കില്ല. നല്ല രീതിയിൽ എഫേർട്ട് ചെയ്യണം, അതുപോലെ നല്ല രീതിയിൽ ഐഡിയ ഉപയോഗിക്കണം, കമ്പനിയിൽ ടൈറ്റില്, ഡിസ്ക്രിപ്ഷൻ, ടാഗ് ഇതെല്ലാം ഉപയോഗിക്കണം. SEO അനുസരിച്ചിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണം, SEO അനുസരിച്ചിട്ടുള്ള എങ്ങനെ ടൈറ്റിൽ കൊടുക്കാം, ഇതെല്ലാം അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് SEO അനുസരിച്ചുള്ള ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ടാഗ് ഇതെല്ലാം കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അത് എന്തിനാണ് കൊടുക്കണമെന്നൊക്കെ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഇതെല്ലാം നമുക്ക് യൂട്യൂബ് ചാനലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകമാണ്. യൂട്യൂബ് ചാനലിൽ, യൂട്യൂബ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഇതൊക്കെ നമുക്ക് നടക്കുള്ളൂ. അതുകൊണ്ടാണ് യൂട്യൂബിൽ ഇപ്പോഴും ഒരുപാട് പേരുടെ കുത്തൊഴുക്ക് നടക്കുന്നത്. കാരണം മറ്റുള്ളതൊന്നും സെർച്ച് പ്ലാറ്റ്ഫോം അല്ല, യൂട്യൂബ് എന്ന് പറയുന്ന സെർച്ച് എഞ്ചിനാണ്. ഒരുപാട് വീഡിയോ സെർച്ച് ചെയ്തിട്ട് ഒരുപാട് പേര് കാണുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വീഡിയോക്ക് നല്ല സ്കോപ്പാണ് ഒരുപാട് പേരുടെ മുന്നിലേക്ക് പോകാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ട്, തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.